ഹലോ ഫ്രണ്ട്സ്, എനിക്ക് സിമ്പിൾ വണ്ണെന്ന് പുതിയ അപ്ഡേറ്റ് അവർ അയച്ചു തന്നിട്ടുണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ ഞാനൊന്ന് ചെക്ക് ചെയ്യാൻ പോവാണ്. അപ്ഡേറ്റ് ഇതിലേക്ക് എത്തിയിട്ടുണ്ടോ എന്നുള്ളത്. എത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇൻസ്റ്റാൾ ചെയ്യാൻ പോവാണ്. നമുക്ക് കീ ഓൺ ആക്കുമ്പോൾ ഇങ്ങനെ വരുന്നത് സ്ക്രീന്. അതിനുശേഷം നമ്മൾ ഹോമിൽ പോകുമ്പോൾ അതിൽ സിസ്റ്റം ഇൻഫർമേഷനിലാണ് അപ്ഡേറ്റ് വന്ന് കിടക്കുന്നത്. അപ്ഡേറ്റ് IME HMI SO 1.1.0.00 അപ്ഡേറ്റാണ് വന്നിരിക്കുന്നത്. അപ്ഡേറ്റ് അവൈലബിൾ V1.7.0. യു ആർ കറൻ്റ് റണ്ണിങ്. ഞാനിപ്പം നിലവിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് സൂപ്പർ സ്റ്റാക്ക് V1.V02.00 അതിപ്പോൾ ഇതിലേക്ക് ട്രാൻസ്ഫർ ആകാൻ പോവുകയാണ്. ഈ പുതിയ സോഫ്റ്റ്വെയറിലേക്ക് പോകാൻ പോവുകയാണ്. ഞാനിപ്പോൾ ഇൻസ്റ്റാൾ കൊടുക്കുകയാണ്. പിന്നെ ഇൻസ്റ്റാളേഷന് മുമ്പ് ഒരു കമ്പനിയിൽ നിന്ന് പറഞ്ഞിരുന്നു പോർട്ടബിൾ ബാറ്ററിയിലും മെയിൻ ബാറ്ററിയിലും മിനിമം 50% മുകളിൽ ചാർജ് വേണം. അപ്പോൾ നമുക്ക് ചാർജ് ചെക്ക് ചെയ്യാം. എൻ്റെ പോർട്ടബിളിൽ 99% ഉണ്ട്, മെയിൻ ബാറ്ററിയിൽ 62% ഉണ്ട്. അപ്പോൾ ഞാൻ ഇൻസ്റ്റാളേഷൻ പോവാണ്. സിസ്റ്റം ഇൻഫർമേഷനിൽ പോയി ഇൻസ്റ്റാൾ ന്യൂ അപ്ഡേറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളൊന്ന് കൺഫർമേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അതിൽ ഇത് കാണിക്കുന്നുണ്ട് അറ്റ്ലീസ്റ്റ് 50% ചാർജ് വേണമെന്നുള്ളത്. കൺഫർമേഷൻ ഞാൻ കൊടുക്കാൻ പോവാണ്. കൺഫേം. അപ്പോൾ കീ ഓഫ് ചെയ്യാനാണ് പറയുന്നത്. കീ ഓഫ് കൺഫേം അപ്ഡേറ്റ് ഇൻസ്റ്റാളേഷൻ ടു ഇൻസ്റ്റാൾ അപ്ഡേറ്റ് പ്ലീസ് മേക്ക് ഷുവർ ടു കീ ഇൻ ഓഫ് പൊസിഷൻ ടേൺ കീ ഓഫ് ടു സ്റ്റാർട്ട് അപ്ഡേറ്റ് ഇൻസ്റ്റാളേഷൻ. അപ്പോൾ നമ്മൾ കീ ഓഫ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. കീ ഓഫ് ചെയ്ത് കൊടുക്കണം. കീ ഓഫ് ചെയ്ത് കൊടുത്തു. അപ്പോൾ സിമ്പിളിൻ്റെ ലോഗോ വന്നിട്ടുണ്ട്. അപ്ഡേഷൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ കാര്യം പുതിയ അപ്ഡേഷനിൽ വലിയ മാറ്റങ്ങളാണ് വരുന്നത്. റേഞ്ചിൽ IDC റേഞ്ചിൽ വലിയ വ്യത്യാസം വന്നിട്ടുണ്ട്. 212 കിലോമീറ്റർ ആയിരുന്നത് 246-48 ആയി മാറുന്നുണ്ട്. അതുപോലെ വണ്ടീൻ്റെ പവറിലും അതുപോലെ ബ്ലൂടൂത്ത് ആക്ടിവേറ്റ് ആയിട്ടുണ്ട്, റീജിയൻ ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. അതുപോലെ കുറേ പുതിയ ഫീച്ചേഴ്സ് വണ്ടിയിൽ അപ്ഡേറ്റ് ആവുന്നുണ്ട് ഈ പുതിയ അപ്ഡേറ്റിലൂടെ. സ്റ്റേജ് 3 അപ്ഡേഷൻ കഴിഞ്ഞു. സ്റ്റേജ് 3 കഴിഞ്ഞപോലെ ഡയറക്റ്റ് സിസ്റ്റം അപ്ഡേറ്റഡ് ആയി എന്ന് കാണിക്കുന്നത്. ഓക്കെ എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യണം തോന്നുന്നുണ്ട്. ഞാൻ ടച്ച് ചെയ്യുന്നുണ്ട്. സിസ്റ്റം അപ്ഡേറ്റ് ആയി. അതിനുശേഷം നമുക്ക് കീ ഓൺ ചെയ്ത് കൊടുക്കാം. കീ ഓൺ ചെയ്യുമ്പോൾ സ്റ്റാർട്ടായിട്ടുണ്ട്, സിമ്പിൾ എന്ന് കാണിക്കുന്നുണ്ട്. അതിനുശേഷം അപ്ഡേറ്റ് ആയി കാണിക്കുന്നുണ്ട്. പുതിയ ഇൻ്റർഫേസ് കാണാൻ നിങ്ങൾക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഇൻ്റർഫേസ് അല്ല. അതിൽ മാറ്റങ്ങൾ വന്നു. സ്ക്രീനിൽ തന്നെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പുതിയതായിട്ടൊരു ഐക്കൺ വന്നിട്ടുണ്ട്, ഒരു ബെല്ലിൻ്റെ ഐക്കൺ വന്നിട്ടുണ്ട്. അത് നോട്ടിഫിക്കേഷൻ്റെ ആണ്. അതിൽ ടച്ച് ചെയ്യുമ്പോൾ കാണാം നോട്ടിഫിക്കേഷൻ. അത് ബ്ലൂടൂത്ത് ആക്ടിവേറ്റ് ആയിട്ട് ബ്ലൂടൂത്ത് കണക്ട് ചെയ്താൽ നോട്ടിഫിക്കേഷൻ ഇതിൽ വരുന്നതായിരിക്കും. നമുക്കത് ക്ലോസ് ചെയ്യാം. അതിനുശേഷം എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് നോക്കാം. നമ്മുടെ മൈ വെഹിക്കിളിൽ പോകുമ്പോൾ ഓവർവ്യൂവിൽ നമ്മൾക്ക് ജസ്റ്റ് മാറ്റങ്ങളൊന്നുമില്ല. മൈ വെഹിക്കിളിൽ പോകുമ്പോഴും പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. അതിനുശേഷം കണക്ടിവിറ്റിയിൽ പോകുമ്പോൾ കാണാം ഓട്ടോ ബ്രൈറ്റ്നസ്. നേരത്തെ ഓട്ടോ ബ്രൈറ്റ്നസ് ആക്ടിവേറ്റ് അല്ലായിരുന്നു, ആക്റ്റീവായി. അതിനുശേഷം കണക്ടിവിറ്റിയിൽ പോകുമ്പോൾ കാണാം ബ്ലൂടൂത്ത് ഓൺ ആയിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ നിലവിൽ ഐഫോണിൻ്റെ ഡിവൈസ് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ കണക്ട് ചെയ്ത് നോക്കി. അതുപോലെ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ പ്ലേ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാ കാണിക്കുന്നുണ്ട് സൂപ്പർ സ്റ്റാക്ക് പുതിയ അപ്ഡേറ്റ് കാണിക്കുന്നുണ്ട്. 1.1.05.00. അപ്പോൾ പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതിന് ശേഷം നമുക്കതിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നു എന്നുള്ളതിൽ കാണിക്കുന്നുണ്ട്.